ദേശീയപാതയിൽ കടമ്പനാട് കല്ലുകുഴി ജംഗ്ഷന് സമീപം ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 40-ലേറെ പേർക്ക് പരിക്ക്. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടും വെച്ച് അമിത വേഗത്തിൽ വളവ് തിരിയവേ ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൊല്ലം പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ ബി.എഡ് കോളേജിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ 44 സ്ത്രീകളും 5 പുരുഷന്മാരും 3 അധ്യാപകരും ഉണ്ടായിരുന്നു. കല്ലുകുഴി ജംഗ്ഷനിലെ വളവ് വേഗത്തിൽ വീശിയെടുത്തപ്പോൾ നിയന്ത്രണം തെറ്റി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. വണ്ടിയുടെ ടയർ തേഞ്ഞു തീർന്നതായിരുന്നു. കോളേജിൽ നിന്ന് വാഗമണ്ണിലേക്ക് 2 ബസ്സുകളിലായി 52 പേരാണ് സഞ്ചരിച്ചിരുന്നത്. മുന്നിൽ വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ നടക്കാനിറങ്ങിയ കടമ്പനാട് പഞ്ചായത്ത് മുൻ അംഗം രഞ്ജിത്ത് കല്ലുകുഴി, കൊട്ടാരക്കരയിൽ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് പി. ജോൺ എന്നിവരാണ് ആദ്യ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പിന്നീട് അടൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് കേബിൾ പിന്നാലെ വന്ന KSRTC ബസ്സിൽ കുരുങ്ങി. ഫയർ ഓഫീസർ അഭിലാഷ് ബസ്സിന് മുകളിൽ കയറി കേബിളുകൾ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പന്തളം.